ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഒരു ബർഗറിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ബന്നും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഫാമിലിക്ക് ചെറിയൊരു ഡിന്നർ പാർട്ടി കൊടുക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ മിച്ചോക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ തന്നെ കണ്ടുനോക്കുക, എന്നാലാണ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചേർക്കുന്ന 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 4 കപ്പ് മൈദയാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം 4ൻ്റെ അളവാണ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് അല്ലാത്ത ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. എന്നിട്ടാണ് മാവിലേക്ക് കുഴക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഈസ്റ്റും ആ മൈദ മാവും കൂടി ഒന്ന് കൈവച്ച് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ അടിയിൽ നിന്ന് മുട്ട മിക്സിലേക്ക് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട നേരിയ ചൂടുവെള്ളം കേട്ടോ, നമ്മൾ കൈക്ക് പറ്റുന്ന ആ ഒരു ചൂടിൽ വെച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ബൗളിലിട്ട് കുഴച്ചതിന് ശേഷം ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് ഇങ്ങനെയാണ് കുഴക്കേണ്ടത്. നമ്മൾ എത്രത്തോളം കുഴക്കുന്നോ അത്രത്തോളം നമ്മൾ ബണ്ണ് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ എൻ്റെ വിരലിന് ചെറിയൊരു പരുക്ക് പറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് കുഴക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബണ്ണ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് നല്ല മാക്സിമം എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിൽ ഓയിൽ തടവിയിട്ട് അതിൽ വെച്ചിട്ട് ആ മാവ് അതിലേക്ക് വെച്ചിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഡബിളായി വന്നിട്ടുണ്ടാവും. ഇനി അത് വീണ്ടും കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അത് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കുക. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ചപ്പാത്തി മാവ് പിരിച്ചെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ക്രാക്ക് വീഴാണ്ട് മാക്സിമം ശ്രദ്ധിക്കുക. ക്രാക്ക് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ പോകില്ല. അപ്പോൾ ആ ബണ്ണായി വരുമ്പോഴും അതിൽ ആ ക്രാക്ക് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ട് ഉരുട്ടിയെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ക്രാക്ക് വീണ 1-2 ബോൾസ് ഉണ്ടായിരുന്നു. അതെന്തായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരണം കേട്ടോ. പിന്നെ നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കിച്ചൺ ടവൽ വെച്ച് മൂടിയിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു എഗ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ബന്നിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുക. വല്ലാണ്ട് അമർത്തി അപ്ലൈ ചെയ്യരുത് കേട്ടോ. ഇനി ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെ വീട്ടിൽ നമ്മൾ സാധാരണ ചീനച്ചട്ടി അല്ലെങ്കിൽ കുക്കറിലൊക്കെ ഒരു ഓവൻ സെറ്റപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അത് ഞാൻ മുന്നേ ഒരു വീഡിയോ 3-4 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചിക്കൻ പാർസൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഓവൻ സെറ്റപ്പ് നമ്മൾ വീട്ടിൽ ഗ്യാസിൻ്റെ സ്റ്റൗ ടോപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പോയിട്ട് കണ്ടോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഓവൻ ഹീറ്റ് ചെയ്യുന്നത് 180 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഞാൻ അത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 to 40 മിനിറ്റ്സ് ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഡൈനാമൈറ്റ് ചിക്കൻ ബർഗറാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചിക്കൻ റെഡിയാക്കാം. അതിനുവേണ്ടി ചിക്കൻ ചെറിയ പീസാക്കി വെച്ചതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും കുറച്ച് സോയ സോസും വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയ സ്ട്രിപ്സ് ആയിരുന്നു ചിക്കൻ എടുക്കുക. അപ്പോൾ എല്ലില്ലാത്ത പീസ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസ് പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ വലിയ സ്ട്രിപ്സ് എടുക്കുന്നവരാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴക്കേണ്ട. ഈ പൗഡറിലേക്ക് കോട്ട് ചെയ്തിട്ട് പിന്നീട് വെള്ളത്തിൽ മുക്കി വീണ്ടും പൗഡറിൽ കോട്ട് ചെയ്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ എടുത്തത്. എന്നിട്ട് അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാം. മറ്റത് നമ്മൾ ബ്രോസ്റ്റൊക്കെ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പൗഡറിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ ഇടുക. തിരിച്ച് വീണ്ടും പൗഡറിൽ കോട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു സിംഗർ കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
ചിക്കൻ റെഡിയായി. ഇനി ബണ്ണൊന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബണ്ണ് കണ്ടില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആ ക്രാക്ക് കുടുങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് അതുപോലെ നിൽക്കുന്നത് കേട്ടോ. അപ്പം മാക്സിമം ക്രാക്ക് ഇല്ലാണ്ട് തന്നെ ബോൾസ് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ബണ്ണുണ്ടോ, ആ ക്രാക്ക് അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇത് അത്യാവശ്യം സോഫ്റ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിട്ട് മാറിയില്ല എന്നുള്ളൂ. എനിക്ക് അത്ര കുഴക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇലക്ട്രിക് മിക്സറിൻ്റെ ഡോ അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ അതുള്ളപോലെ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഡൈനാമിക് സോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീസാണ്, സ്പ്രെഡബിൾ ചീസാണ് എടുത്തത്. നിങ്ങൾക്ക് മയോണീസ് വേണമെങ്കിൽ എടുക്കുക. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചില്ലി സോസും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്യുക ചെയ്തത് കേട്ടോ. ഇനി ബണ്ണിൽ അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ലെറ്റീസ് വെച്ചു, ചിക്കൻ വെച്ചു, വീണ്ടും അടുത്ത പീസിലേക്ക് ആ ഒരു സോസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. മേലെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പറയാതിരിക്കാൻ പറ്റില്ല, അപാര ടേസ്റ്റുള്ള ബർഗർ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ബർഗറായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.